ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല മൊരിഞ്ഞ കോഴിക്കോടൻ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ ഇന്ന് നല്ല ഒരു മൊരിഞ്ഞ നെയ്പ്പത്തിരി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ എല്ലാവർക്കും പങ്കുവെക്കാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ രാവിലത്തെ ഭക്ഷണമായ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ കടലക്കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു പത്തിരിയാണിത്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത് റൈസ് പൗഡർ വേണം. റൈസ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ എന്ത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ 1 സ്പൂൺ ഘീ, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഒരു കപ്പിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് അളവ് സ്പൂൺ ഉണ്ടെങ്കിൽ അളവ് സ്പൂണിലോട്ട്, ഞാനിപ്പം എൻ്റെ കയ്യിൽ ഈ സ്പൂൺ ഉള്ളത് കൊണ്ട് ഞാനിതാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു കപ്പ് എടുത്ത് ഒരു കപ്പിലോട്ട് അരിപ്പൊടി നിറച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു 1.5 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയുമാണ്. മൈദ ഇല്ലെങ്കിൽ അരിപ്പൊടി തന്നെ എടുത്താലും മതി, കുറച്ച് സോഫ്റ്റ്നെസ് കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൈദയും 1.5 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും കൂടി എടുക്കാം. അതിനുശേഷം അതൊരു മാറ്റി വെക്കുക. നമ്മളൊരു ഗ്യാസ് കത്തിച്ച് അതിലോട്ടൊരു പാത്രത്തിൽ 2 കപ്പ്, ഒരു 2 കപ്പ് പൊടിക്ക് 2.25 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരളവ്. 2.25 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും, ഒരു നുള്ളുപ്പ്, എല്ലാവർക്കും അറിയാമല്ലോ ഇത്ര അരിപ്പൊടിക്ക് ഇത്ര ഉപ്പ് വേണമെന്നുള്ളത്, അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തായാലും ഇതില്ല, ഒരു 2 സ്പൂണ് ഓയിലും അതിലോട്ട് ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ എള്ള് നമ്മൾ അപ്പത്തിന് വേണ്ടിയും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചാൽ എള്ളുണ്ടാവും. ആ 1 സ്പൂൺ എള്ളും ആ വെള്ളത്തിലോട്ട് ഇടുക. വെള്ളം കുറച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ 2 ഗ്ലാസ് പൊടിയുണ്ടല്ലോ, ആ 2 ഗ്ലാസ് പൊടിയും അതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല മൃദുലം വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഘീ അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ മാവിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനുശേഷം ആ 2 കപ്പ് പൊടി അതിലോട്ടിട്ട് ഗ്യാസ് അടുപ്പ് പാത്രം വെച്ചിട്ടില്ലേ അതിലോട്ട് തന്നെ ഇട്ട് നല്ലോണം കുഴച്ച് അതിന് ശേഷം വാങ്ങി വെച്ച് ഇങ്ങനെ ഉണ്ടാവും പരുവം. അതിനുശേഷം നല്ല സ്പൂണ് വെച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടി ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ കൈ വെച്ചോ ആ ചൂടോടെ അത് നല്ല ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. ചൂട് തണിയാൻ പാടില്ല. സ്പൂണ് കൊണ്ടൊക്കെ കുത്തി ആക്കിക്കഴിഞ്ഞാൽ ചൂട് കുറച്ചൊക്കെ തണിയും. ആ സമയത്ത് നല്ല ഉരുട്ടയായിട്ട് ഇതുപോലെ നല്ല ഉരുട്ടയായിട്ട് എടുക്കുക. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ബോളായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പ്രഷറിലോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണയുടെ ഒക്കെ കവർ ഉണ്ടല്ലോ, ആ കവറിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഷേപ്പ് എങ്ങനെ കിട്ടിയെന്നാണോ നിങ്ങൾ നോക്കുന്നത്? ആ റൗണ്ട് ഷേപ്പിന് നമ്മൾ എന്തെങ്കിലും റൗണ്ട് പാത്രം വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ് കിട്ടും. അതിനുശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ കോരി എടുത്തു കഴിഞ്ഞാൽ നല്ല നെയ്പ്പത്തിരി നമുക്ക് കാണാം. ഈ നെയ്പ്പത്തിരി നമ്മുടെ കടലക്കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു നല്ല റെസിപ്പിയാണ്. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റും വിശേഷങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.